അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ഇന്ന് അമ്മയുടെ സ്വർഗാരോപണ തിരുനാളാണ്. സ്വർഗാരോപണ തിരുനാൾ അമ്മേനെ ഇങ്ങനെ ഈശോ ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയ ദിവസത്തിന്റെ തിരുനാളാണ്. അത് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അമ്മയെപ്പോലെ വിശുദ്ധരാവേണ്ട, അമ്മയെപ്പോലെ വിശുദ്ധരായി ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ദിവസമാണ് ഈ ദിവസം. ഈ ദിവസം നമ്മൾ അമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു വചനം, അമ്മയുടെ ജീവിതത്തെ നമുക്ക് ഈശോയെ കിട്ടിയ വചനം, ഇവിടെ ഈശോ വന്ന വചനം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പോവാ. ലൂക്ക 1:38, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് ഇനി നിറവേറട്ടെ. ലൂക്ക 1:38, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് ഇനി നിറവേറട്ടെ. ഈ വചനം നമ്മൾ പറയാൻ പോവാ, നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പോവാ. ലൂക്ക 1:38, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് ഇനി നിറവേറട്ടെ. ഈ വചനം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ നമ്മുടെ വീട്ടുകാരോട് പറയും, നമ്മുടെ നാട്ടുകാരോട് പറയും, നമ്മുടെ കൂട്ടുകാരോട് പറയും, എല്ലാവർക്കും നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് പറയും. നമ്മൾ ഈ വചനം റിപ്പീറ്റ് ചെയ്യണം, ഈ വചനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യട്ടെ. ഈ വചനം റിപ്പീറ്റ് ചെയ്യാൻ സംഭവിക്കുന്ന കാര്യം എന്നാ? ഈശോയുടെ വാക്ക് നമ്മൾ നിറവേറട്ടെ, പരിശുദ്ധാത്മാവിന്റെ വാക്ക് നമ്മൾ നിറവേറട്ടെ. ഇത് പറയുമ്പം ദൈവത്തിന്റെ ഹിതം നമ്മുടെ ലൈഫിൽ നിറവേറും. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ലൈഫിൽ നിറവേറും. നമ്മൾ ദൈവഹിതം പോലെ ജീവിക്കും. നമ്മുടെ വീട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കൂട്ടുകാർ, ഇവരെല്ലാവരും ദൈവഹിതം പോലെ ജീവിക്കും. പരിശുദ്ധമ്മയുടെ ജീവിതത്തിന് പ്രത്യേകത എന്താ? പരിശുദ്ധമ്മ ദൈവഹിതം പോലെ ജീവിച്ചയാളാ, ദൈവഹിതമായിട്ട് മാറിയാളാ പരിശുദ്ധമ്മ. ഈ വചനം ലൂക്ക 1:38 നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പോവാ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നടക്കാൻ പോവാണ്. പരിശുദ്ധമ്മയെ നമ്മുടെ അമ്മയെ കണ്ടുകൊണ്ട് ഈ വചനം ലൂക്ക 1:38, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് ഇനി നിറവേറട്ടെ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് ഇനി നിറവേറട്ടെ. ഈ വചനം നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കാം, നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. ഇതിങ്ങനെ പറഞ്ഞ് നമുക്ക് ദൈവഹിതമായിട്ട് മാറാം. ആമേൻ. നമുക്ക് തുടങ്ങാം.